ഇന്നലെ പാചകത്തൊഴിലാളിയുടെ പാട്ടിലെ വൈഭവം നാടറിഞ്ഞത് സഹവാസ ക്യാമ്പിൽ പാടി ഒരൊറ്റ പാട്ടോടെയാണ്. അങ്ങനെയാണല്ലേ? ചിലപ്പോ ഒരൊറ്റ പാട്ടോടെ ഒറ്റപ്പാട്ട് വൈറലാവും. ഒറ്റപ്പാട്ടോടെ അവന്റെ തലവര തെളിയും എന്ന് പറഞ്ഞ പോലെ തലവര തെളിഞ്ഞ ഒരു ചേച്ചിയുടെ കാര്യമാണ് അല്ലേ? കാസർഗോഡ് അമ്പലത്തറ സ്വദേശി കാർത്തിയായനിക്കാണത് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ അനുഭവം. ഇവിടെ ഇപ്പൊ ഈ കലോത്സവത്തിലൊക്കെ വരുന്ന കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും സുന്ദരമായ അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും കാർത്തിയായനി ചേച്ചി ഒന്ന് കേട്ടിട്ട് വരാം. ക്യാമ്പിന്റെ സമാപന ദിനത്തിൽ വിദ്യാർത്ഥികളുടെ നിർബന്ധത്തിന് വഴങ്ങി പാടി നോക്കിയതാണ്. മനസ്സിൽ ഒളിപ്പിച്ച പാട്ട് കേട്ടുനിന്നവരുടെ മനം കവർന്നു. ജീവിത പ്രയാസങ്ങൾക്കിടെ മറന്നുപോയ വരികൾ കൂടി ഓർത്തെടുത്തു. ചാരത്ത് താമര പൊയ്കമയങ്ങി ദൂരത്ത് നീല മലകളുറങ്ങി മാനത്ത് താരക പെണ്ണുമുറങ്ങി പാടുന്ന കുയിലേ നീ ഉറങ്ങില്ലേ. പാട്ടു പഠിച്ചിട്ടില്ല. കുടുംബശ്രീയും ഗ്രാമീണ പരിപാടികളുമാണ് പണ്ടത്തെ വേദി. ഈ ലളിതഗാനല്ല എൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവ് അവർ ഞങ്ങൾക്ക് പാടി തന്നിട്ട് അങ്ങനെ പഠിച്ചു. പാട്ടായിട്ട് പാടിയിട്ടൊന്നുമില്ല, പഠിച്ചിട്ടുമില്ല. പാടുന്നത് ഇങ്ങനെ കുടുംബശ്രീ പരിപാടി, കേരളോത്സവം, നേരത്തെ എല്ലാ മത്സരത്തിലും പങ്കെടുത്തിന്. ഇപ്പോൾ ഇവിടെ സ്കൂളിൽ പണിയായിട്ട് വന്നതിന് ശേഷം പോകാനൊന്നും സമയം കിട്ടുന്നില്ല. പിന്നെ മക്കളും പ്രാരബ്ധമായിട്ടാകുമ്പോൾ പിന്നെ അത് തന്നാലെ ചുരുങ്ങി. കുങ്കുമം ചാർത്തിയ പൊന്നുഷ സന്ധ്യതൻ വാസന്ത നീരാളം നീയണിഞ്ഞു മഞ്ഞിൽ മയങ്ങിയ താഴ്വരയിൽ നീ കാനന ശ്രീയായി തുളുമ്പി വീണു കാനന ശ്രീയായി തുളുമ്പി വീണു. പിന്നെ തൊഴിലുറപ്പിൻ്റെ ഒപ്പം പരിപാടി ഉണ്ട് NSS ക്യാമ്പിൻ്റെ. അപ്പോൾ അവർ ആരോ പെണ്ണുങ്ങൾ ഞാൻ അങ്ങനെ പാടുന്നു പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ അവർ കുട്ടികൾ വലിച്ചിട്ട് കൊണ്ടുപോയതാണ്. നേരത്തെ ക്യാമ്പിനെല്ലാം ഞാൻ അതിൻ്റെ അകത്തുനിന്ന് തന്നെ പിള്ളേർക്ക് പാടിക്കൊടുക്കൽ, വേദിയിൽ പോയിട്ട് പാടില്ല. അതാ ഒരു വേദിയിൽ പാടാനൊരു എന്തോ ഒരു കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീതിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിഴയായി പൂമാനമേ ഒരു രാഗമേഘം താ. അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്.